പ്യുവർ സോഫ്റ്റ് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. നല്ല എലഗൻ സ്റ്റൈലിലാട്ടോ എല്ലാ സാരീസും വരുന്നത്. ഞാൻ ജിബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. പ്യുവർ കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഫസ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ വൈറ്റും നല്ല മൾട്ടി കളർ പാലറ്റിലും ഹൊറിസോണ്ടൽ ആയിട്ടാണ് സാരിയിൽ ആ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. സ്ട്രൈപ്പ് ഡിസൈൻസിലെ മൾട്ടി കളറിലുള്ള പാറ്റേണിലായിരിക്കും വരിക. ഈ ഒരു സ്റ്റൈലായിരിക്കും ഫുൾ സാരിയിലും ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. സെന്റർ പോർഷൻ വരുമ്പോൾ ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ട് അപ്പറും ലോവറും ഓഫ് വൈറ്റിലാണ് വരുന്നത് സാരി. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ല് വരുന്നത്. വിത്തൗട്ട് ബ്ലൗസ് ആണ് സാരി വരുന്നത്. കാരണം ഇത് മൾട്ടി കളറിലായിട്ട് നമ്മുടെ ഏതെങ്കിലും ഈ ഒരു കളറിലെ ബ്ലൗസ് കാണും. അതല്ല ഓഫ് വൈറ്റ് ബ്ലൗസ് നമുക്ക് ഇതിനോട് പെയർ ചെയ്യാം. ഈ ഒരു പാറ്റേണിലുള്ള ഏത് സിംഗിൾ കളറിലെ ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രൈപ്പ് ചെയ്യാം. പ്യുവർ സോഫ്റ്റ് കോട്ടൺ തന്നെ കേട്ടോ നെക്സ്റ്റ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആ ഒരു പാറ്റേണും കളർ പാലറ്റും മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഒരു ഐവറി ക്രീമും പേസ്റ്റൽ യെല്ലോയും കൂടിയുള്ള നല്ലൊരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. അപ്പോൾ പൂഷ്യം വരുമ്പോൾ ആ ഒരു ഐവറി ക്രീമിൽ തന്നെയായിരിക്കും സാരി വന്നിട്ട്. ലോവർ ഏരിയ വരുമ്പോൾ പേസ്റ്റൽ യെല്ലോയിലാണ് വരുന്നത്. നല്ല പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു റോസ് ഗോൾഡും കോപ്പറും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. അതിലും ആ ഒരു പേസ്റ്റൽ യെല്ലോ ബീഡിങ് കൂടി വരുന്നുണ്ട് ബോർഡറിന്. പല്ലു റണ്ണിങ് മുന്താണി തന്നെ വന്നിട്ട് പേസ്റ്റൽ യെല്ലോ ആൻഡ് ഒരു ഓഫ് ക്രീമിൽ തന്നെയായിരിക്കും ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. സെയിം ഇതേ പാറ്റേണിൽ തന്നെ ബ്ലൗസ് വരുന്നത്. ഇതിന് ഈ റോസ് ഗോൾഡ് ആൻഡ് കോപ്പർ ടോണിൽ നമുക്ക് ടിഷ്യൂ ഫാബ്രിക് കിട്ടും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടിഷ്യൂ ഫാബ്രിക്കിലുള്ള ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ സാരിയായിട്ട് നമുക്ക് ഈ സാരി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫാബ്രിക് സെയിം തന്നെ കേട്ടോ, പ്യുവർ സോഫ്റ്റ് കോട്ടൺ തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിൽ വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ പോഷൻ വരുമ്പോൾ വൈറ്റ് വന്നിട്ട് ലോവർ ഏരിയ ബ്ലൂയിലാണ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, റണ്ണിങ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ബേബി പിങ്കും ഓഫ് വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ. ഫാബ്രിക് പ്യുവർ കോട്ടൺ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതും വേറൊരു ഡിഫറെന്റ് ലുക്കിലായിരിക്കും സാരി വരുന്നത്. ബോഡി കംപ്ലീറ്റ് വരുന്നത് ബേബി പിങ്കിലാണ്. പ്ലെയിൻ ആ ഒരു ടോണിൽ ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ വന്നിട്ട് പല്ലു വരുമ്പോൾ വൈറ്റിൽ സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. വൈറ്റ് ആൻഡ് പിങ്കിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലു. ഇതിന്റെ ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. വൈറ്റിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ, പ്യുവർ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ വരുമ്പോൾ പേർപ്പിളും വൈറ്റും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ. ബോഡി കംപ്ലീറ്റ് വരുന്നത് പേർപ്പിളിലായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ ബോഡി വന്നിട്ട്. മുന്താണി വൈറ്റിൽ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂവും ഓഫ് വൈറ്റും കൂടിയുള്ള കോമ്പിനേഷനാണ്. ബോഡി കളർ കംപ്ലീറ്റ് ഈ ഒരു പൗഡർ ബ്ലൂവിലായിരിക്കും വരുന്നത്. വൈറ്റിൽ ആ ഒരു ബ്ലൂ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് എല്ലാ സാരീസിനും വൈറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ബോഡി പാർട്ട് വരുന്നത്. ഓഫ് വൈറ്റിൽ ആ ഒരു ഗ്രീനിൽ തന്നെ ആയിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസ്. ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരി ആയിട്ടോ. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന നല്ല കളക്ഷൻസ് ആണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ. ബ്ലൗസ് എല്ലാ സാരീസിനും വരുന്നത് ആ ഒരു വൈറ്റിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. എല്ലാ കോമ്പിനേഷൻസും നല്ല നല്ല കോമ്പിനേഷൻ കേട്ടോ. ഇത് വരുന്നത് ഗ്രേ ആണ്. ബോഡി കളർ ഗ്രേ വന്നിട്ട് ആ ഒരു ഓഫ് വൈറ്റിലായിരിക്കും സാരിയുടെ പല്ലു പാട്ട് വരുന്നത്. ഗ്രേ വിത്ത് വൈറ്റിലായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരി പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. കോട്ടൺ തന്നെയാണ്, പ്യുവർ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് വർക്ക് വെയറായിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ്. ഇതിന്റെ ബേസ് വരുന്നത് വൈറ്റ് ആണ്. വൈറ്റിൽ നല്ല ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഒരു ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിലുള്ള ബോർഡേഴ്സ് ആണ് സാരിക്ക് അപ്പുറം ലോവറും വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. സിക്സ് ആക്ക് പാറ്റേണിൽ മൾട്ടി കളറിൽ സിക്സ് ആക്ക് പാറ്റേണിലാണ് സാരിയുടെ പല്ലു, ബ്ലൗസ്. ഒരു ട്രയാങ്കിൾ മോട്ടീവ്സിലാണ്, ജോമെട്രിക്കൽ ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് ഓഫ് വൈറ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഈ ഒരു ബോർഡറിന്റെ കളറിലുള്ള ഡാർക്ക് ഗ്രേ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സാരിക്ക്. അതെല്ലാം മെറൂൺ ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം. സെയിം ഫാബ്രിക് സെയിം ഡിസൈൻ തന്നെ, പ്യുവർ കോട്ടൺ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ മൗവ് ടോൺ ആണ്. ബേസ് കളർ വൈറ്റ് തന്നെ കേട്ടോ. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെയാണ് പ്രോമിനൻസി കൂടുതലുള്ള കളർ വരുന്നത്. മൗവ് ടോണിലായിരിക്കും സാരി വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ബ്രഷ് സ്ട്രോക്ക് പാറ്റേണുള്ള ബോർഡേഴ്സ് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഫുൾ സാരിയും വരുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഒരു കൂൾ എഫക്റ്റ് ആണ്. വളരെ കൂളായിട്ട് നമുക്ക് ഒരു വർക്ക് സ്പേസിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്ത്, കാരണം കൂടുതൽ ഒത്തിരി ചൂടെടുക്കുന്നവർക്കെല്ലാം നല്ലൊരു ഓപ്ഷനാണ്. കോട്ടൺ ഫാബ്രിക്കിൽ നല്ല എലഗൻ സ്റ്റൈലുള്ള സാരിയാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് മുന്താണി വരുന്ന എല്ലാ സാരീസിനും ആ ഒരു സിക്സ് ആക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും. ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ പല്ലു, ജോമെട്രിക്കൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ സഫയർ ഗ്രീൻ ആണ് സാരിയുടെ ഒരു കോമ്പിനേഷൻ വരുന്ന. സഫയർ ഗ്രീൻ, ഓഫ് വൈറ്റ് വിത്ത് സഫയർ ഗ്രീൻ, സെയിം സ്റ്റൈൽ ഫ്ലോറൽ ഡിസൈൻ, സിക്സ് ആക്ക് പാറ്റേൺ പല്ലു വിത്ത് ബ്ലൗസ്. ഇന്നത്തെ പ്യുവർ കോട്ടൺ കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഗ്രീൻ ആണ്. ഓഫ് വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിൽ തന്നെ ആയിരിക്കും ഡബിൾ സൈഡ് ബോർഡർ. ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഫുൾ സാരി വരിക. സിക്സ് ആക്ക് പല്ലു വിത്ത് ബ്ലൗസ്.